നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ഏജൻസിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഡിസംബർ 11-ാം തീയതി 11/12/2024 അതായത് വൃശ്ചിക മാസം 26-ാം തീയതി ബുധനാഴ്ച നമ്മുടെ ഗുരുവായൂർ ഏകാദശി, വളരെ പ്രാധാന്യമുള്ള മോക്ഷദ ഏകാദശി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എല്ലാവരും തൃപ്രയാർ ഏകാദശിയും കഴിഞ്ഞവരാണ്. എന്തായാലും ഒരു വർഷം 24 ഏകാദശി ഉള്ളതിൽ 23 എടുക്കാൻ വിട്ടുപോയാലും ഈ 24ാമത്തെ ഏകാദശി ആയിട്ട് ഈ മോക്ഷദ ഏകാദശി എടുക്കാമെന്ന് എല്ലാവരും ഇപ്പം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന ദിവസം, ആ ദിവസം ഹരിവാസര സമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. മോക്ഷദ ഏകാദശി ദിവസം നമുക്കറിയാം, ദ്വാദശി നാളിൽ തൊട്ട് നമ്മളിങ്ങനെ വ്രതം എടുത്ത് ഇങ്ങനെ വരും. ദ്വാദശി നാൾ ഉച്ചയ്ക്ക് ഒരു നേരം ആര്യാഹാരം കഴിച്ചതിന് ശേഷം വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ലഘുഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം പൂർണ്ണ ഉപവാസമൊക്കെ എടുക്കുകയാണെങ്കിൽ 11-ാം തീയതി ഭയങ്കര നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നാമം ജപിച്ചുകൊണ്ട്, വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട്, ഹരേ രാമ ജപിച്ചുകൊണ്ട്, ഭാഗവതം കേട്ടുകൊണ്ട്, ഭഗവത്ഗീത വായിച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ട്, ഭഗവാൻ ഗുരുവായൂർ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് വൈകുന്നേരം 7:48 ആവുമ്പോൾ ഹരിവാസര സമയം തുടങ്ങും. അപ്പൊ ആ സമയത്ത് ഭഗവാൻ ആരൊക്കെയാണോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന അവരുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഉറങ്ങാൻ പാടില്ല എന്നാണ്. ഹരിവാസര സമയം ബുധനാഴ്ച രാത്രിയാണ്. അത്ര എല്ലാവർക്കും വ്യാഴാഴ്ച ഓഫീസിലൊക്കെ പോകേണ്ടതാണെങ്കിലും പറ്റുന്നവരൊക്കെ അന്ന് ഭഗവാന്റെ പ്രാർത്ഥനകള്, ഭഗവാന്റെ പാട്ടുകൾ കേൾക്കാം, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കാം, അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ പങ്കെടുക്കും. അപ്പൊ 11/12/2024 രാത്രിയിൽ ഒരു 7:48 ഹരിവാസര സമയം ആരംഭിക്കുന്നത്. 12-ാം തീയതി പുലർച്ചെ 6:29 വരെ ഹരിവാസര സമയമാണ്. ഈ സമയം മുഴുവൻ ഭഗവാൻ ഈ ഏകാദശി നോൽക്കുന്നവരുടെ പരിസരത്ത് അവരുടെ ആ ഓറയ്ക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. ഇവിടെ എല്ലാം ഭഗവാന്റെ നാമങ്ങൾ പറയുന്നു, അവര് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നു, ഭഗവാന്റെ സൽക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നവര്, ഭഗവത്ഗീത വായിക്കുന്നവര്, നാരായണീയം വായിക്കുന്നവര്, ഭഗവാന്റെ കാര്യങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം ഈ ഹരിവാസര സമയത്ത് വലിയ പുണ്യമാണെന്നാണ് പറയുക. പുലർച്ചെ 6:29 വരെയാണ് ഹരിവാസര സമയം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്രതം തീർന്നു, ഏകാദശി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ദ്വാദശിയുടെ അന്ന് നമ്മൾ ദ്വാദശി പണം സമർപ്പിച്ച് ആർക്കെങ്കിലും ഒരു ബ്രാഹ്മണന് ക്ഷേത്രത്തിൽ പോയി ഒരു ബ്രാഹ്മണൻ എന്തെങ്കിലും ധനം സമർപ്പിക്കാൻ പോകാൻ പറ്റാത്തൊരിത്തിരി പൈസ അന്നദാന ഫണ്ടിലേക്കോ എന്തിലേക്കെങ്കിലും പൊതിഞ്ഞെടുത്ത് വയ്ക്കുക, അന്നദാനത്തിനോ എന്തെങ്കിലും ഗുരുക്കന്മാർക്കോ ആർക്കെങ്കിലും ദാനത്തിനായി എടുത്തി വച്ചതിന് ശേഷം തുളസിയിട്ട് തീർത്ഥം സേവിച്ച് നമ്മളുടെ ഇത് ഗുരുവായൂർ ഏകാദശി അങ്ങനെ ഭംഗിയായി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭഗവാന്റെ പുണ്യ മോക്ഷദ ഏകാദശി എടുക്കാൻ സാധിച്ചു, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലാൻ സാധിച്ചു, ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചു, ഭഗവാന്റെ കഥകൾ പറയാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളോടുകൂടി ഇരിക്കുന്ന ദിവസം തന്നെ നമുക്ക് ഡിസംബർ മാസത്തിലെ 2ാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കടങ്ങൾ തീരാൻ, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് അല്പം പണം, നമ്മുടെ കയ്യിൽ ശേഷിക്കുന്ന പൈസ എത്രയോ അത്രയും ഒരു തുച്ഛമായ തുക ഒരു കവറിൽ എടുത്ത് വെച്ച് ഒരു പച്ചക്കർപ്പൂരം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ കവറിലേക്ക് ഇത് വയ്ക്കുമ്പോൾ, ഇപ്പൊ മനസ്സിൽ കാറാഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാനെ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഞാൻ ഇത്തിരി പൈസ, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇട്ട് വയ്ക്കുകയാണ്, ഒരു പച്ചക്കർപ്പൂരം വയ്ക്കുകയാണ്, ഒരു ഏലക്കയും വയ്ക്കുകയാണ്, ഈ പണവും പച്ചക്കർപ്പൂരം ഏലക്കയും കൂടെ വച്ചിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഈ ദിവസം അത് ആ
സമയം എന്ന് പറയുന്നത് 2:08 PM മുതൽ 3:55 PM വരെയാണ്. അതായത് ഉച്ചയ്ക്ക് 2:08 PM മുതൽ 3:55 PM വരെയാണ്. അന്ന് അശ്വതി നക്ഷത്രമാണ്, മേടൻ ലഗ്നമാണ്, മേടൻ രാശിയാണ്. അപ്പൊ മനസ്സറിഞ്ഞ് രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, അശ്വതി നക്ഷത്രത്തിന്റെ ദേവതയായ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതകളെ പ്രാർത്ഥിക്കുക. ഇന്ന് ഗുരുവായൂർ ഏകാദശിയുടെ പുണ്യമുള്ള ദിവസമായതുകൊണ്ട് ഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ ഒരു കവറിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള പൈസ, ഒരു 5 രൂപയോ ഒരു 10 രൂപയോ ഒരു 100 രൂപയോ എന്തെങ്കിലും നമ്മളുടെ ഈ ആവശ്യത്തിലേക്ക്, എനിക്ക് കാർ വാങ്ങാനാണ് എനിക്ക് ആഗ്രഹമുള്ളതെങ്കിൽ ഞാനൊരു നല്ല കാർ വാങ്ങിച്ചു, ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഞാൻ ഈ പൈസ എടുത്തു വയ്ക്കുന്നതോടുകൂടി എൻ്റെ ഈ ആഗ്രഹം സഫലമായി എന്ന് തന്നെ വിചാരിക്കണം. കുടുംബ പരദേവതകളും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും എല്ലാവരും കൂടി നമ്മുടെ ഈ ആഗ്രഹം സാധിച്ചു തരാണ്. നമ്മളൊരു ഗുരുവായൂർ ഏകാദശി നാളിൽ, മോക്ഷ നാളിൽ സ്വന്തമായ ഒരു കാർ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു, സ്വന്തമായൊരു ഫ്ലാറ്റ് എന്ന സ്വപ്നം, സ്വന്തമായൊരു വീടെന്ന സ്വപ്നം, സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായി മനസ്സിൽ കണ്ടിട്ട് ഒരു കാര്യം, ഈ ഡിസംബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം 2ാമത്തെ മൈത്രേയ മുഹൂർത്തമാണ്. ഇതിലെടുത്തു വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. 2:08 മുതൽ 3:55 വരെയുള്ള ഏതെങ്കിലും സമയത്ത്, 2:08 PM മുതൽ 3:55 PM വരെയുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു കവറിൽ, ഒരു സാധാ കവറിൽ, ഇനി കവറൊന്നും ഇല്ലെങ്കിൽ ഒരു പേപ്പർ വെട്ടി നമുക്ക് കവർ ഉണ്ടാക്കാൻ അറിയാലോ, പേപ്പർ മടക്കി കവർ ഉണ്ടാക്കി അതിലെഴുതി ഇതിട്ട് വെച്ച് നമ്മൾ ആവശ്യം എഴുതിയിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കുക. തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും. നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പൈസ ആ ആവശ്യത്തിലേക്ക് ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അന്നദാനം നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം. ഇത് ഗുരുവായൂർ ഏകാദശി നാളിൽ, ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തവർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. ഏകാദശി ദിവസം ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വ്രതമൊന്നും എടുക്കാൻ സാധിക്കാത്ത, ഗുരുവായൂരപ്പനുമായിട്ട് വലിയ ഭക്തി ഒന്നുമില്ലാത്ത, ജാതി മത ചിന്തകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഏതൊരു വ്യക്തിക്കും 11, 12, 24 വളരെ പ്രാധാന്യമുള്ള ദിവസം 2:08 മുതൽ 3:55 PM വരെയുള്ള ഒരു ദിവ്യ മുഹൂർത്തത്തിൽ, മൈത്രേയ മുഹൂർത്തത്തിൽ ആവശ്യങ്ങൾ ഒരു ലിസ്റ്റ്, ആ ആവശ്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് എഴുതി വെക്കൂ. അത് ഗുരുവായൂർ ഏകാദശി നാളായതുകൊണ്ട് തീർച്ചയായും കുടുംബ പരദേവതകളും ഗണപതി ഭഗവാനും സർപ്പത്താമ എല്ലാവരുടെയും അനുഗ്രഹത്താൽ ആ കാര്യം പൂർണ്ണമായി നടന്നു കിട്ടും. നന്ദി, നമസ്കാരം.